വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 4 ഡോക്ടർമാർ, വെറ്റിനറി ഡോക്ടർമാർ അടങ്ങുന്ന ഒരു പാനലാണ്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ശുപാർശ അനുസരിച്ചുള്ള SOP അനുസരിച്ചിട്ടുള്ള ഒരു പാനലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ജനപ്രതിനിധികളുണ്ടായിരുന്നു, പോലീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൽ ഒരു മെറ്റാലിക് പാർട്സ് ഒന്നും എനിക്ക് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം റൂൾ ഔട്ട് ചെയ്യേണ്ടായി. കടുവയുടെ ഒരു ഗട്ട് പരിശോധിക്കുമ്പോൾ, കുടൽ ആമാശയൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് അദാരുണമായ സംഭവത്തിൽ മരിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ, വസ്ത്രത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടുവയെ നമുക്ക് അസന്നിഗ്ധമായിട്ട്, അതുപോലെ നമ്മുടെ ക്യാമറ ട്രാപ്പിൽ ഇമേജിൽ പതിഞ്ഞ് കടുവയിൻ്റെ ആണെന്ന് പൂർണ്ണമായിട്ടും നമുക്ക് പറ്റി. മരണകാലത്തെക്കുറിച്ച് ഡോക്ടർമാരുടെ അഭിപ്രായം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കഴുത്തിൽ 4 വലിയ മുറിവുകളുണ്ട്. ആ മുറിവുകളിൽ നിന്നാണ് ഈ കടുവയുടെ മരണം സംഭവിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.